ഹൈ ഓൾ വെൽക്കം ബാക്ക്. സോ ബി ടി സിയുടെ മൂവ് കാര്യങ്ങൾ ഇനി പോസിബിളായിട്ട് ബി ടി സിയിൽ എന്തൊക്കെ ഉണ്ടാവാം, US എലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബി ടി സിയിൽ എന്തൊക്കെ മൂവ് ഉണ്ടാകുന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, ബി ടി സി മാത്രമല്ല ഗോൾഡും ഇതേപോലെ തന്നെ ഒരു സേഫ് ഹാവനാണ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഗോൾഡ്, ബി ടി സി ഇത് രണ്ടിലാണ് ആൾക്കാർ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത്. കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ വന്ന ടൈമിൽ ഗോൾഡിലേക്കും ബി ടി സിയിലെയും ആൾക്കാർ നല്ലപോലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ്സിൽ വലിയൊരു ചാനൽ ബ്രേക്ക് ഔട്ട് ഗോൾഡ് കൊടുത്തു. നമ്മൾ ഏകദേശം 69,000 എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എൻട്രി എടുത്ത് 65 ആ ഒരു റേഞ്ചിലൊക്കെ എൻട്രി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 67,000 ആ ഒരു റേഞ്ചിൽ എൻട്രി എടുക്കാൻ പറഞ്ഞു. അതെടുത്തതിന് ശേഷം 73 വരെ പ്രൈസ് പോയി. 5,000 അടുത്ത് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ ഇനി എന്താണ് പോസിബിലിറ്റീസ് എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷമുള്ള ഒരു റീട്രേസ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞതുപോലെ US എലക്ഷൻ വരികയാണ്. അതൊരു വലിയൊരു ട്രിഗർ ആയിരിക്കും ബി ടി സിയുടെ മൂവ്മെൻറ്റിനൊക്കെ. ഇത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ബി ടി സി ഈസ് ഹൈലി ബുള്ളിഷ്. അതായത് നല്ലൊരു ചാനൽ ബ്രേക്ക്, അതായത് ഫ്ലാഗ് എന്ന് പറയാം, എന്താ പറയുക, അത്രയും ടൈം കൺസോൾട്ടേറ്റ് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്തൊരു ചാനൽ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് തന്നെ റീടെസ്റ്റ് എടുത്തിട്ട് നിൽക്കുകയാണ് ബി ടി സി. ഇപ്പോൾ അതായത് ഹയർ സൈഡിലേക്ക് ജമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതാണ് ഇപ്പോൾ ബി ടി സിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം ബി ടി സിയിൽ ഇപ്പോൾ പോസിബിളായിട്ടുള്ള നെക്സ്റ്റ് എന്താണ് ട്രിഗർ ചെയ്യുക? US ഇലക്ഷൻ ബി ടി സിയെ നല്ലപോലെ ട്രിഗർ ചെയ്യും, ബി ടി സിയുടെ മൂവിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ട്രംപ് വിൻ ചെയ്യുകയാണെങ്കിൽ ബി ടി സി വിൽ ഫ്ലൈ ടു 100K. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, 80, 90, 100K ഈ ലെവൽസിലേക്ക് ബി ടി സി പറക്കും. അത് ഷുവറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഭയങ്കരമായിട്ട് ബി ടി സി, ബിറ്റ് കോയിൻ, ക്രിപ്റ്റോ കറൻസിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനും ഇലൺ മസ്കിൻ്റെ ഒരു ഇതുകൂടെ അതിലുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് ഞാൻ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ട്രംപിൻ്റെ നോർമലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. അയാൾക്ക് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക യൂസബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ നല്ല രീതിയിൽ ബിറ്റ് കോയിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ US കംപ്ലീറ്റ് മൈനിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ US തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പിന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ബി ടി സിയുടെ ഗ്രോത്തിന് ട്രംപിൻ്റെ വിക്ടറി ഒരു വലിയൊരു റീസൺ ആവും. ഇൻ കേസ് ട്രംപ് ജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈലി ബുള്ളിഷായിട്ട് ബി ടി സിയിൽ ഇതുവരെ കാണാത്തൊരു ബുൾ റൺ കാണാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. 99% 100K റേഞ്ചിലേക്ക് പ്രൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇലക്ഷനെ സംബന്ധിച്ചതാണ്. കാരണം ഇലക്ഷൻ്റെ ടൈമിൽ ഈ പറഞ്ഞ റീസൺസ് കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ അതിൻ്റെ കൂടെ ടെക്നിക്കൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സിനാരിയോ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പം നല്ലൊരു ബൈയിങ് സോണിലാണ് പിന്നെ ബി ടി സി ഉള്ളത്. ഇപ്പം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് വരുന്ന ടൈമിൽ നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അഗെയിൻ ഇത് എൻ്റെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ കാര്യങ്ങളല്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളാണ്. നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ഇതിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, സോ ബി ടി സിയുടെ കാര്യത്തിൽ ഇതാണ് ബി ടി സിയിൽ പോസിബിളായിട്ടുള്ള മൂവ് കാര്യങ്ങളൊക്കെ. ഹയർ സൈഡിലേക്ക് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ കേസ് ട്രംപ് തോൽക്കുകയാണെങ്കിൽ, കമല ഹാരിസ് വിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡ്രോപ്പ് ബിറ്റ് കോയിനിൽ ഉണ്ടാകാനുള്ള ചാൻസും ഹൈ ആണ്. സോ ഇതാണ് ബി ടി സിക്ക് ഉള്ള വ്യൂ. അതിലിതുപോലെ തന്നെ ബി ടി സിയുടെ ട്രേഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ സ്വിങ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡ് ബി ടി സിയിൽ എടുക്കുന്നതായിരിക്കും സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ബി ടി സിയിൽ മൂവ് ഉണ്ട്, ഭയങ്കര ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഇതാണ്. ബി ടി സി പമ്പ് ചെയ്യും, ഒരു ടൈമിൽ ചില ടൈമിൽ ഡംപ് ചെയ്യും. അപ്പോൾ ആ ഒരു മൂവ് നമുക്ക് ലിക്വിഡേറ്റ് ആക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രയും ക്യാപിറ്റൽ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് ലിക്വിഡേറ്റ് ആവും. 5,000, 10,000 പോയിൻറ്റിൻ്റെ മൂവ് ആയിരിക്കും ഇതിൽ ബി ടി സിയിൽ നോർമലി വരിക. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഇൻട്രാഡേയിൽ അധികം ചെയ്യാതിരിക്കാൻ നോക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം എടുത്തിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സീ യു നെക്സ്റ്റ് വീഡിയോ.